ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആകർഷ് അത്ലറ്റിക്സ്. ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇന്ന് ഞാൻ ഒരു ആം റെസ്ലിംഗ് ട്രെയിനിങ് സെക്ഷനാണ് ചെയ്യുന്നത്. മെയിൻലി ടോപ്പ് റോൾ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കൗട്ടാണ് ഇന്നത്തെ ഫോക്കസ്. ആം റെസ്ലിങ്ങിൽ ടോപ്പ് റോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. അതുകൊണ്ട് റിസ്റ്റ്, ഫോർ ആം, ഗ്രിപ്പ് സ്ട്രെങ്ത് എന്നിവ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് വർക്കൗട്ടും ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വാമപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ആദ്യം തന്നെ വലിയ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് തന്നെ ചെറിയ വെയിറ്റിൽ തുടങ്ങി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാൻ സാധ്യതയുള്ള സ്പോർട്ടും കൂടിയാണ് ആം റെസ്ലിംഗ്. ഞാൻ ചെറിയ ചെറിയ കോമ്പറ്റീഷനിലും പോകാറുള്ളതാണ്, ജില്ലാതല കോമ്പറ്റീഷനിലെല്ലാം പോകാറുള്ളതാണ്. അതുകൊണ്ടാണ് ആം റെസ്ലിംഗ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്. ഞാൻ ആം റെസ്ലിംഗ് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഡവൻ ലാറട്ടാണ്. പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ആം റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പുള്ളിയുടെ ഒരു വലിയ ഫാനാണ്. ആം റെസ്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഡവനെ അറിയാണ്ടിരിക്കില്ല. പുള്ളിയാണ് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് ആം റെസ്ലർ. ഡവന് മാത്രമല്ല, ഡെന്നിസും ലെവൻ സഗനാഷ്വലിയും കൂടിയുണ്ട്. ഇവർ മൂന്നാളുമാണ് വേൾഡിലെ ഏറ്റവും പവർഫുൾ ആം റെസ്ലേഴ്സ്. അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ആം റെസ്ലിങ്ങിന് വർക്കൗട്ട് കൊടുക്കേണ്ടതുള്ളൂ. ബിഗിനർ ലെവലാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് കൊടുത്താൽ മതി. ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 2-3 വെച്ചിട്ട് നിങ്ങളെ ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം കുറേ കാലത്തിന് ശേഷമാണ് ആം റെസ്ലിംഗ് വർക്കൗട്ട് തുടങ്ങിയത്. ഞാനിപ്പോൾ മെയിനായിട്ട് ഒരു സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കലാണ്. ഹാൻഡ് സ്റ്റാൻഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാത്തരം ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പം ചെയ്യുന്ന വർക്കൗട്ട് ടോപ്പ് റോൾ പ്രൊണേഷനുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം പ്രൊണേഷനും 1 ദിവസം ഹൂക്കും അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആം റെസ്ലിംഗ് കോമ്പറ്റീഷന് പ്രിപ്പറേഷൻ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ മിനിമം 1 മാസം മുമ്പെങ്കിലും പ്രാക്ടീസ് തുടങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും പാടില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി കിട്ടില്ല. റിക്കവറി കിട്ടിയാലേ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ബിൽഡാവും. അതുകൊണ്ട് നിങ്ങൾ ആം റെസ്ലിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ റിക്കവറിക്ക് ടൈം കൊടുക്കണം. അതായത് മിനിമം 7 to 8 hours സ്ലീപ്പ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും അതിന് റിക്കവറി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടില്ല. അതിപ്പോൾ ആം റെസ്ലിംഗ് ആയാലും ബോഡി ബിൽഡിംഗ് ആയാലും ബോക്സിംഗ് ആയാലും ഏത് സ്പോർട്സ് ഫീൽഡാണെങ്കിലും അതിന് റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ആം റെസ്ലിംഗ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.